നമുക്ക് ചിക്കൻ മക്ലൂബ ഉണ്ടാക്കിയാലോ? ഇതുപോലെ മറിച്ചിടുന്ന വീഡിയോ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഗ്രാമ്പൂ, പട്ട, ഏലക്ക, ഒരു 2 ബേ ലീവ്സും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതൊന്ന് മണമൊക്കെ വന്നു തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് സവാള അരിഞ്ഞിട്ട് ഒരു 1-1.5 സവാളയൊക്കെ ഉണ്ടാവും, ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇത് നന്നായിട്ട് വഴന്ന് കളർ മാറി വരുന്ന സമയത്ത് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് അറബിക് മസാല ഏതായാലും മതി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടുള്ള ചിക്കനാണ് വെച്ച് കൊടുക്കണേ. ഞാനൊരു 4 പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി ഇതുപോലെ വേവിച്ചെടുക്കണം. ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളത്തിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചിക്കനേക്കാളും കുറച്ചും കൂടെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റെങ്കിലും കുക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിനകത്ത് വെള്ളം ഊറ്റിയിട്ട് മാറ്റി വെക്കണം. ചിക്കൻ വേറെ മാറ്റി വെക്കുക. ഇനി വേറൊരു പാനിലേക്ക് നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ശരിക്കും ഇതിൻ്റെ ഒത്തൻറ്റിക് റെസിപ്പിയിൽ മുക്കി പൊരിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മളിതുപോലെ ചെറുതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ കുറച്ച് വഴുതിനെയാണ് പൊരിച്ചെടുക്കണേ. പിന്നെ കുറച്ച് ഉരുളക്കിഴങ്ങും ഇതേപോലെ മുറിച്ചിട്ട് പൊരിച്ചെടുക്കാം. ഇനി അതേ പാനിൽ ഞാനൊരു ബട്ടർ പേപ്പർ വെച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിന് മുകളിലായിട്ട് ഫസ്റ്റ് ചിക്കൻ്റെ ലെയറും മുകളിൽ ഉരുളക്കിഴങ്ങിൻ്റെ ലെയറും അതിന് മുകളിലായിട്ട് വഴുതനയുടെ ലെയറും കൂടെ വെച്ച് കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് ഒരു 2 കപ്പ് ബസ്മതി അരി ഒരു 30 മിനിറ്റ് കുതിർത്തിട്ട് അത് ഊറ്റിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ ഊറ്റി വെച്ചിട്ടുള്ള ഒരു വെള്ളം ഉണ്ടല്ലോ ചിക്കനിൽ നിന്ന് തന്നെ, ആ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. 1 കപ്പിന് 1.5 കപ്പ് അളവിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിൽ വെള്ളം കുറവാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ, മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ വെള്ളമൊക്കെ നന്നായി വറ്റി വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇത്രയേ ഉള്ളത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മറിച്ചിടാം. അപ്പോൾ അതിനായിട്ട് ഇതിന് മുകളിൽ ഞാനൊരു ബട്ടർ പേപ്പറും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനകത്ത് മറിഞ്ഞ് വരുമ്പോൾ ഏതൊക്കെ വഴിക്ക് പോകുമെന്ന് നമുക്കറിയില്ലല്ലോ, ഒരു ധൈര്യത്തിന് വേണ്ടിയിട്ട് വെച്ച് കൊടുത്താണ്. ഇനി അതിന് മുകളിലൊരു പ്ലേറ്റ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് മറിച്ചിടുക. നമ്മളിത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉടനെ തന്നെ മറിക്കരുത്. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞൊന്ന് റെസ്റ്റ് എടുത്ത ശേഷം മാത്രം ഇതുപോലെ മറിച്ചു കൊടുത്താലേ ഈ രീതിയിൽ കിട്ടുള്ളൂ. ഇത്രയേ ഉള്ളൂ. ഇതുപോലെ ഒന്ന് തുറന്നു കൊടുക്കുക. നമ്മൾ ചിക്കൻ മക്ലൂബ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇതേവരെ കഴിച്ചതിൽ വെച്ചിട്ട് അറബിക് റൈസിൽ ഏറ്റവും ഫ്ലേവർ ഉണ്ടായിരുന്നൊരു റെസിപ്പിയാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഈസിയാണ്, നല്ല ടേസ്റ്റിയുമാണ്, പിന്നെ നല്ല സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാനും പറ്റും.